ബാലുശ്ശേരി മണ്ഡലമാണ് ഇനി വരിക. ബാലുശ്ശേരിയിൽ കഴിഞ്ഞ തവണ KM സച്ചിൻ ദേവ് ആണ് ജയിച്ചത്. കന്നി MLA ആയ സച്ചിൻ ദേവ്, യുവാവായ SFI സംസ്ഥാന സെക്രട്ടറി മറ്റൊക്കെയായിരുന്ന സച്ചിൻ ദേവിന് ബാലുശ്ശേരി എത്ര മാർക്ക് കൊടുക്കും? മാർക്ക്, 59.85. അതൊരു യുവ MLA, അത് ഫസ്റ്റ് ടൈം MLA, അത് പോരല്ലോ. ബാലുശ്ശേരി മാവേലിക്കൽ തമ്മിൽ കമ്പയർ ചെയ്യാം. മാവേലിക്കൽ MS ബാലുശ്ശേരി അതുപോലെ തന്നെ ഇടതുപക്ഷമുള്ള മണ്ഡലമാണ്. അതെ, അദ്ദേഹം ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള മണ്ഡലമാണ്. MS കോൺഗ്രസ് NCP ഒക്കെ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത്. അതെ, മണ്ഡല പുനർനിർണയം വന്നപ്പോൾ അത് സംവരണ മണ്ഡലമായി മാറുന്നു. CPM മത്സരിക്കുന്നു. അപ്പം MS അരുൺകുമാറിന് കിട്ടിയ ഒരു മുൻതൂക്കം പോലെ KM സച്ചിൻ ദേവിന് ബാലുശ്ശേരിയിൽ ഇല്ല. അപ്പം ഒരു യുവ MLA ആണ്, ഭരണപക്ഷ MLA ആണ്. സ്വാഭാവികമായിട്ട് ഒരു 60-65 നേടേണ്ട സാഹചര്യമുണ്ട്. ഓവറോൾ റാങ്കിങ്ങിൽ 106-ാം സ്ഥാനത്താണ്. അപ്പോൾ KM സച്ചിൻ ദേവിന്റെ മാർക്ക് 59.85 ആണ്. ബാലുശ്ശേരി കോഴിക്കോട് ജില്ലയിലെ ഇടതുമുന്നണിയുടെ CPIM-ന്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ്. ബാലുശ്ശേരിയിൽ ഒരു മാറ്റത്തിന്റെ കാറ്റുണ്ടോ? ബാലുശ്ശേരി എന്താണ് ചിന്തിക്കുന്നത്? വരട്ടെ സ്ക്രീനിൽ. മാറ്റമില്ല. 49%, 49.46 LDF, 38.68 ഉള്ളൂ UDF. 10.78% ലീഡ് UDF-നേക്കാൾ LDF-നുണ്ട്. അത് ആ മണ്ഡലത്തിന്റെ ഹൈലി പൊളിറ്റിക്കലായ മണ്ഡലം. ബാലുശ്ശേരിയിൽ ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല. LDF-നെ സംബന്ധിച്ച് 10-ലധികം പോയിന്റുമായി LDF ബാലുശ്ശേരി നിലനിർത്താൻ ഒരുങ്ങുന്നു. അതിലിപ്പോൾ നമുക്കിനി ഒരുപാട് ആലോചനയ്ക്ക് പ്രസക്തിയില്ല എന്ന് തോന്നുന്നു. ബാലുശ്ശേരിയിൽ കുറച്ചുകൂടി ക്ലീൻ ആണ് കാര്യങ്ങൾ. MLA-യുടെ പെർഫോമൻസ് എന്ത് തന്നെയായാലും വളരെ പൊളിറ്റിക്കൽ നേച്ചറുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ബാലുശ്ശേരിയിൽ 10-ലധികം പോയിന്റുകളുടെ വ്യത്യാസം LDF-ന് UDF-ന് മുകളിൽ.